ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് പരിപാടികൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു വ്ലോഗാട്ടോ ഇന്നത്തെ. അതേപോലെ നോക്കിയാൽ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഒരു ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളൊരു ഉണ്ട ചെമ്പരത്തി എന്നാട്ടോ നമ്മളിതിനെ പറയാറ്. കാരണം സാധാരണ ചെമ്പരത്തിക്ക് ഒരു 5 ഇതളൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇത് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് വേറെ നോക്കി. അപ്പോൾ ഇതിൻ്റെ 2 കളർ ചേഞ്ച് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേ മുട്ടൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഫുൾ ടൈം നമുക്ക് എല്ലാ ദിവസവും ഒരു 8-9 പൂവെങ്കിലും മിനിമം ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ 9 അല്ലാണ്ട് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കും കുറേ കമ്പുകൾ ചാഞ്ഞ് കിടക്കണം. അപ്പോൾ അങ്ങോട്ടേക്കും കുറേ പിന്നെ നോക്കി കുറേ ഇതേപോലത്തെ ചെറിയ ചെറിയ മുട്ടുകളുണ്ട്. അപ്പോൾ പല സൈസിലുള്ള മുട്ടുകളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞുള്ളൊരു ഗുണം കേട്ടോ, നമ്മുടെ ചെടി നിറച്ച് പൂത്ത് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നോക്കി. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഞാനതിന് മുന്നേ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോകും. കാരണം ഗാർഡനെയും അതേപോലെ നമ്മുടെ കൃഷികളൊക്കെ സ്നേഹിക്കുന്ന കൂടുതലാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആട്ടോ. അതൊക്കെ എന്തായാലും അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ എന്തായാലും നോക്കി അതിൻ്റെ റിസൾട്ട് അടിയൊരു വിരിഞ്ഞ് നിൽക്കുന്ന ഓരോ ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ കാണുമ്പോഴുള്ളൊരു ഭംഗി മാത്രമല്ല കേട്ടോ, ചെമ്പരത്തി പൂവായാലും അതിൻ്റെ ഇലക്കായാലും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിനായാലും അതേപോലെ തന്നെ ഹെയറിനൊക്കെ. അപ്പോൾ നമുക്ക് താളിയൊക്കെ ആക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം കൂടി ആയിട്ട് വരും ചെമ്പരത്തിയുടെ പൂക്കളായാലും ഇലകളൊക്കെ ആയാലും. ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ പൂക്കൾ. ഇന്നത്തെ രാവിലെ തന്നെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട്, അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അരി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തീ കത്തുന്നുണ്ട്. ഈ ചെറുതായിട്ട് ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ താഴേക്ക് തൂക്കിട്ട്, അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് അടയ്ക്കാൻ ചെറിയൊരു സ്പേസ് കാണുന്നവർക്ക് അങ്ങനെ കിടന്ന് തിളച്ച് വെച്ച് ചോറ് വെന്തോ കേട്ടോ. എന്നാലും ചോറ് വേവട്ടെ. അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം നമ്മുടെ കുറിഞ്ഞി ഭയങ്കര ബഹളമാണ്. കുറിഞ്ഞിയുടെ പിള്ളേരൊക്കെ നടക്കുക ഓടിച്ചാൽ നടക്കാനൊക്കെ ആയിട്ടതാ കുറിഞ്ഞി കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏലത്തിനൊക്കെ. അപ്പോൾ അത് അടിക്കുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തുന്നുണ്ട്. അപ്പം എന്തായാലും ചോറ് ഇവിടെ കിടന്ന് അവിടെ നമുക്ക് കറി വെക്കാണ്ട് അതുപോലെ തോരൻ വെക്കാണ്ട്. അപ്പം എന്തായാലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാ വിശേഷങ്ങളും കാണാം. ఇలా വാര വെച്ചിട്ടുള്ള വിറകാട്ടോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇടയിൽ കൂടെ ഇങ്ങനെ ചുള്ളിയും വെച്ച് കൊടുക്കും. അതേപോലെ തന്നെ കുറച്ച് കനമുള്ള വിറകും കൂടി വെച്ച് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അല്ലാതെ എൻ്റെ ഒരു കനമുള്ള വിറക് മാത്രമായാൽ പെട്ടെന്ന് തന്നെ കത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇടയിൽ കൂടെ രണ്ടും കൂടി മിക്സ് ആയിട്ട് അങ്ങ് വെച്ച് നന്നായിട്ട് കത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കനമുള്ള വിറക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് ഇതല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ചോറ് തരട്ടെ. ഒരാൾ നോക്കി അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചോദിക്കുക കേട്ടോ. എന്താണ് എന്തേ രാവിലെ തന്നെ പുറകെ കൂടിയിരിക്കുവാണേ. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ടേ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല വൈകിട്ട് തന്നെ മാവൊക്കെ അരച്ച് സെറ്റാക്കിയതുകൊണ്ട് നമുക്കൊന്ന് നല്ല ചൂട് ദോശ കഴിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഞാനിപ്പോൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുള്ളത്. സോളാപ്പൊടി കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് എന്തായാലും പൊന്തിയൊക്കെ വന്നിട്ട് നല്ല തണുപ്പില്ലല്ലോ. അപ്പോൾ എന്നിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇവിടെ കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴയുടെ തണ്ടിട്ടല്ലോ, അപ്പോൾ അതാട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ അതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാനും വരും. നമ്മുടെ കൈ കൂടുതലും അതിനൊന്നും പേടിക്കും വേണ്ട. നമുക്ക് കുറച്ച് ചോദിച്ചു കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ദോശയ്ക്കുള്ള നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് നമുക്കിനി അടച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലുള്ള പാത്രങ്ങളൊക്കെ ഞാനിപ്പോൾ കഴുകി വെച്ചാൽ കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കഴുകാത്തത്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി മേളിൽ കൂടി ആവി കയറുമ്പോൾ പെട്ടെന്ന് ഇതാവുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചട്നി ആട്ടം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ചെറിയ ചട്നിയൊക്കെ തയ്ക്കണം. അപ്പോൾ തേങ്ങ ഇന്നലെ പൊട്ടിച്ചതിൻ്റെ ബാലൻസ് ഉണ്ട്. ഒരു കുറേ നമുക്ക് ചട്നി ഉണ്ടാക്കാം. നമുക്ക് ചായ വെക്കാനാണ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കണം. അത് നമുക്ക് ദോശ വെച്ചുവിടാം. അതേപോലെ തന്നെ ദോശ ഒന്നും ആവുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും തേങ്ങ ചട്നി ഒന്ന് സെറ്റാക്കണം. അപ്പം ഞാൻ പോയിട്ട് തേങ്ങ ഒന്ന് ചിലവട്ടെ. നമ്മളെപ്പോഴും ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാവ് അരയ്ക്കുമ്പോൾ അതിൽ അരിയും അതുപോലെ തന്നെ ഉഴുന്നും ചോറും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കില്ല. ആ ഒരു ടൈമിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നല്ല മയവും നല്ലൊരു അടിപൊളി ടേസ്റ്റ് കൂടി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുറച്ച് ഒരുപാട് വേണ്ട, ഒരു കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതും ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കട്ടിയിലല്ല കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. ചെറിയ ദോശക്കല്ലാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ടേ.
കാലങ്ങൾ പഴക്കമുള്ള ഈ ഒരു ദോശക്കല്ലായതുകൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് മുട്ട പൊരിച്ചിട്ടും കല്ലിന് നല്ല മയമാട്ടോ. അതുകൊണ്ട് എന്ത് ഒഴിച്ചാലും പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ വേണ്ടി പറ്റില്ല, കാരണം നല്ല മയമായിട്ടേ. പിന്നെ എപ്പോഴും നമ്മുടെ ഈ ഒരു ദോശക്കല്ലായാലും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടി വരുന്നത്. നല്ല മയമായിട്ട് വരുന്നത്. ആ ഒരു ദോശയും കൂടി ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കുവാണേ. നല്ല ചൂട് ദോശയിലൂടെ നല്ല കട്ടിക്കുള്ളൊരു തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ നല്ല ചൂട് സാമ്പാർക്ക് ഒരു കിടിലൻ കോമ്പിനേഷൻ തന്നെയാണല്ലേ. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ചട്നി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ദോശയിലൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമുക്ക് വേണ്ട ദോശയ്ക്ക് ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ദോശ കേട്ടോ ഇത്. അതിനിടയ്ക്ക് ഞാൻ ചട്നിയൊക്കെ അരച്ചിട്ടുണ്ടാകും. നമ്മുടെ ചട്നി അരക്കലും കഴിഞ്ഞ് അതുപോലെ നമുക്ക് അടുത്തൊരു പരിപാടി ഇനി ചായ വെക്കാണ്ട്, അതേപോലെ നമുക്ക് കറിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാണ്ട്. അപ്പോൾ ചോറ് ഒരു പകുതി വേവ് ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പതുക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. നമുക്ക് ചട്നി കൂട്ടിയിട്ട് നല്ല ചൂട് ദോശ കഴിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ദോശയുടെ പരിപാടി ചായയുടെ രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നാൽ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീനിനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഉണക്കമീനാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വറക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ഉപ്പുണ്ടാകുമല്ലോ പൊതുവേ നമ്മുടെ ഉണക്കമീനൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കത് മുറിച്ച് ചെറിയ പീസാക്കിയിട്ടൊന്ന് വെള്ളത്തിലിടാണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മീനിനെ നിങ്ങളുടെ എല്ലാവരുടെ നാട്ടിലേക്ക് എന്ത് പേരാ പറയണമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് കഴിക്കാതിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേന് ഇത് ഉപ്പൊക്കെ പോകുമല്ലോ. നമുക്ക് എന്തായാലും ചെറിയ പീസായിട്ടൊന്ന് മുറിക്കട്ടെ. മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ടാണോ ഇനി കത്തിക്ക് നല്ല മൂർച്ചയുള്ളതുകൊണ്ടാണോ അറിയില്ല കേട്ടോ. മീൻ എന്തായാലും ഇതാ കത്തി വെച്ച് കൊടുത്തപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഇതുപോലത്തെ തുണ്ടമീനൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടൈമിൽ ചിലതൊന്ന് എത്ര മുറിക്കാൻ നോക്കിയാലും ചിലത് നന്നായി. ഉണക്കമീൻ നമുക്ക് വറക്കാനും നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണക്കമീൻ വറക്കുന്ന ഒരു ടൈമിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് പച്ചമുളക് ഉണ്ടാവില്ല. ഒരുപാട് എരിവുള്ള പച്ചമുളക് ആവരുത്, അത്രയങ്ങ് മൂക്കാത്തൊരു ഇടത്തരം അല്ലെങ്കിൽ ഒരു പിഞ്ച് മുളകൊക്കെ മതി. ആ ഒരു ടൈപ്പിലുള്ള മുളകും കൂടി അതിൽ കീറിയിട്ടിട്ട് മീൻ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത മണ്ണായിരിക്കും നമ്മൾ മീൻ വറുക്കുന്ന ഒരു ടൈമിൽ വരിക. നമ്മളിപ്പോൾ കുറച്ച് പേരുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് മീൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് മീൻ എടുക്കുന്നത്. മാത്രമല്ല നമുക്ക് പണിക്ക് ആരുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഒരു ഉണക്കമീൻ തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കപ്പയൊക്കെ കഴിക്കുന്ന ഒരു ടൈമിൽ കപ്പയുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു കിടിലൻ കോംബോ തന്നെയാണ്. അങ്ങനെ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ മുറിച്ച് ഏകദേശം ഇതൊക്കെ കഴിയാനായിട്ടുണ്ട്. നമുക്ക് വേണ്ട മീനൊക്കെ എടുത്തതിന് ശേഷം ഞാനെന്താ ബാലൻസുള്ള മീനെല്ലാം കവറിൽ കെട്ടിയിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, കാരണം ഇനി കുറച്ചധികം മീൻ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എന്തായാലും ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉപ്പുണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് കുറേ പെട്ടെന്ന് കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ചധികം നേരം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ പോകും. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീനിൻ്റെ ഉള്ളിങ്ങനെ വെന്തിട്ട് പോകുകയും ചെയ്തിട്ട് നമ്മൾ വറുക്കാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വറക്കുന്നൊരു ടൈമിൽ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറും. ചില മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പൊടിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് ഇളകാനൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മളെന്തായാലും പച്ചവെള്ളത്തിൽ തന്നെയായിട്ട് ഇട്ട് വയ്ക്കുന്നത്. കുറച്ചധികം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ആ ഒരു കറക്റ്റ് മീനിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും മാറാതെ നമുക്ക് കഴിക്കാമല്ലോ. ഒരു 3-4 വട്ടം ഞാനിപ്പോൾ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് നേരം കഴുകിയതിന് ശേഷം ഞാനിതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ മീനൊക്കെ ഇപ്പോൾ. അതേപോലെ തന്നെ കൈയോടെ തന്നെ നമ്മുടെ മീൻ മുറിച്ച് ആ ഒരു കത്തി കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്തത് തോരൻ വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അമരയ്ക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമരയ്ക്ക തോരൻ വെക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും കത്തിയോടി കൈയോടൊന്ന് സോപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അമരയ്ക്ക തോരൻ ചിലപ്പോൾ മീൻ തോരനായി പോകട്ടെ. ഒരു മീനിൻ്റെ സ്മെല്ല് വന്നിട്ട്
അപ്പോൾ ഇതാ ഈ രീതിയിലാട്ടോ ഞാനിപ്പോൾ മുറിച്ച് പീസായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. എന്നാലും കുറച്ച് നേരം ഇനിയിപ്പോൾ വെള്ളത്തിലിരിക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഇരുന്നാലും കുറച്ച് ടൈം എടുക്കുമല്ലോ നമ്മുടെ മീനിലുള്ള ഒരു വെള്ളമൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ കുറിഞ്ഞി ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആൾക്ക് ഒരു മീൻ പീസ് മുറിച്ചപ്പോൾ കൊടുത്തിട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ, ചെവിതല കേൾപ്പിക്കില്ല കേട്ടോ, മിയാവ് മിയാന്ന് പറഞ്ഞിട്ട് പുറകെ കിടക്കണം. അപ്പോൾ എന്നാലും ഈ ഒരു ബാലൻസ് ഉള്ള പീസ് ഞാൻ എന്നാലും ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കട്ടെ. അപ്പോൾ എന്നാലും നമുക്കിനി കഴിക്കാട്ടോ. അപ്പോൾ കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ മീനിലുള്ള ഒരു ഉപ്പൊക്കെ നന്നായിട്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ആ ഒരു മീനിലുള്ള ഉപ്പൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്ന് മാറ്റി കൊടുത്ത് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മീനിലുള്ള ആ ഒരു ഉപ്പ് പോകാൻ കുറച്ചുകൂടി അടിപൊളിയാട്ടോ. അപ്പോൾ നോക്കി മീൻ കഷ്ണമൊക്കെ തിന്നിട്ട് നോക്കിയിരിക്കും കേട്ടോ ഇവിടെ തന്നെ. ഇപ്പോൾ ഇതാ ഉള്ളിലാട്ടോ സ്ഥലം പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡ് കഴിക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നതാ നേരത്തെ മീൻ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് മത്തിയാട്ടോ വാങ്ങിയിട്ടുള്ളത്. കുഞ്ഞ മത്തിയാണ്. അപ്പോൾ നന്നാക്കി എടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉണക്ക മീനൊക്കെ മുറിച്ച് ഇട്ടല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ മത്തി വന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ ഒരു മത്തി കറി വെക്കാമെന്ന് വിചാരിക്കും കേട്ടോ. കാരണം നമുക്ക് ഇന്നലത്തെ മത്തി കുറച്ച് വറുത്തതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള മത്തി നമുക്ക് എന്നാലും കറി വയ്ക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളയും അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് അതൊക്കെ ആട്ടോ ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമുക്ക് ഇവിടെ ഇത്തിരി നേരത്തെ മീൻ വേണ്ടി വരാറില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ സാധാരണ വരുന്ന ആളല്ല, ഇന്നിപ്പോൾ പുതിയ ആളാണ് വന്നിട്ടുള്ളത്. ഇനി അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ. മാത്രമല്ല ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നും വരുന്ന ആൾ വരാറില്ല. അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ രാവിലെ തന്നെ പച്ചമീൻ ഇല്ലാത്തതുകൊണ്ട് ഉണക്കമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഉണക്കമീൻ രാവിലെ തന്നെ മുറിച്ച് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ മുറിച്ച് വെള്ളത്തിലിട്ടത് കൊണ്ട് നമുക്കിനി എന്തായാലും അതിനെ വറുക്കുകയും ചെയ്യാം. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള മത്തി നമുക്ക് കറിയും വയ്ക്കാം. ആദ്യം തന്നെ എണ്ണ ചൂടായപ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുത്തുള്ളൂ. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിക്കരിഞ്ഞ് പോകരുത് കേട്ടോ. നന്നായിട്ട് പൊട്ടുന്ന ഒരു ടൈമിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ആട്ടി ഇട്ട് കൊടുക്കുക. സവോളയും പച്ചമുളകും നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴി എടുക്കും. എന്നാലും ഞാനൊന്ന് മീൻകറി വയ്ക്കാനുള്ള സംഭവങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്, നമുക്കൊന്ന് വാർക്കാം. അപ്പം മീനൊക്കെ ഞാൻ വെട്ടി കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ചോറായതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പുറത്തടുപ്പ് ഫ്രീ ആയല്ലോ. അതുകൊണ്ട് നമുക്കൊരു പുറത്തടുപ്പിൽ കുറച്ച് മീൻ കറി വെക്കാം. അപ്പം എന്തായാലും ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാരട്ടെ. നമുക്ക് പോയിട്ട് മീൻ കറി ഒന്ന് വെക്കട്ടെ. അപ്പം നല്ല മീനൊക്കെ ഒന്ന് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ പുറത്തടുപ്പിൽ വെച്ചിട്ട് തന്നെ മീൻ കറിയോട് സെറ്റാക്കി എടുക്കാം. നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പിക്കൽ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ അടുപ്പിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചധികം തുണികൾ അലക്കിയിടാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രിപ്പ് അലക്കി ഉണങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡ്രയറിലിട്ട് ഉണക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 സാരി കൂടി ഒന്ന് അലക്കിയിടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അലക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തുണി അലക്കലിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആണെങ്കിൽ നമുക്ക് വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ. വെയിലും ഇല്ല, എന്നൊരു മഴയില്ല, ഒരു മൂടിയൊരു ക്ലൈമറ്റ് ആയിട്ട്. ഇപ്പോൾ കുറച്ച് നേരത്തുള്ള ആ ഒരു കുറച്ച് ചെറിയൊരു വെയിലൊക്കെ ഇപ്പോൾ വീണ്ടും ഒന്ന് മങ്ങിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്ത് മഴയുണ്ടോന്നൊന്നും അറിയില്ല. തവള ചെറുതായിട്ടൊക്കെ കരയുണ്ടായിരുന്നു. അപ്പോൾ തവള കരഞ്ഞാൽ സാധാരണ മഴ പെയ്യുന്ന പറയാറ്. പിന്നെ എന്താ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. ഒരു ഇരുണ്ടൊരു അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു മൂടിക്കെട്ടൊരു അവസ്ഥയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അത് വേറൊന്നും കേട്ടോ. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടോ, കുറേ പേര് കാണാത്തതായിരിക്കും. ഇപ്പോൾ ഇതാ ഈ വിരിഞ്ഞ് നിൽക്കുന്ന മഞ്ഞപ്പൂ എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഗാർഡനിലുള്ള പൂച്ചയുടെ സംഭവം എന്നാണ്. ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കടുകില്ലേ, അപ്പോൾ അത് കടുകിൻ്റെ ചെടിയാട്ടോ മുളച്ച് വന്നിട്ടുള്ളത്. നോക്കി അത്യാവശ്യം നീളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കൂടെ കുറച്ച് ചീരയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചീരയുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ആശാനിൽ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ കടുകിൻ്റെ ഓരോ തിരികൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കടുകൾക്കുള്ളിലായി വരുന്നപ്പോൾ നോക്കി പൂക്കളൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് കുറേ ചീരയുണ്ട് കേട്ടോ. പല ടൈപ്പ് ചീരയുണ്ട്. ചുമന്ന ചീരയായിട്ടും അതേപോലെ തന്നെ പച്ചച്ചീരയും പിന്നെ നമ്മുടെ ചുക്കിട്ട് ചീര, അങ്ങനെ കുറേ ടൈപ്പ് ചീരയുണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ വിശാലമായിട്ട് നമ്മുടെ കുമ്പളങ്ങയുടെ വള്ളി പടർന്നിരിക്കും കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ള് പച്ചപ്പിന് കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതാട്ടോ നമ്മുടെ കടുകിൻ്റെ ചെടി. ഇനി ആര് കടുകിൻ്റെ ചെടിയോ പൂവോ ഒന്നും കണ്ടില്ല എന്ന് പറയല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കടുകിൻ്റെ പൂവ്. നോക്കിയാൽ കുറേ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ നോക്കുക, എന്താ ഈ ഒരു തിരി പോലെ വരുന്ന സംഭവം കണ്ടോ. അപ്പോൾ ഇതിലാട്ടോ കടുക് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലും കടുകൊക്കെ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് തന്നെ. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചെന്താണ് നമ്മുടെ കടുകിൻ്റെ ചെടി. അതുപോലെ തന്നെ കടുകിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു വള്ളി പോലെ തൂങ്ങിക്കിടക്കുന്ന ഈ സംഭവം കണ്ടോ, അത് നമ്മുടെ വാനിലയുടെ വള്ളിയാണേ. അപ്പോൾ ഇതിപ്പോൾ ഒരു സെക്ഷൻ മേളിലേക്ക് കയറിയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് മുരിക്കിലേക്കാണ് പടർത്തി വിട്ടിട്ടുള്ളത്. ആ ഒരു മുരിക്കിൻ്റെ തടിയിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു വാനിലയുടെ വേരൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നന്നായിട്ട് നമ്മുടെ ഈ ഓർക്കിഡൊക്കെ നമ്മൾ ഇതേപോലെ തടിയിലൊക്കെ കൊണ്ട് നടുമ്പോൾ മരങ്ങളിലൊക്കെ ഇതുപോലെ പറ്റി പിടിക്കില്ല വേര്. ആ ഒരു രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ വാനിലയുടെ വേരുകൾ നന്നായിട്ട് പറ്റി പിടിച്ച് അടിപൊളിയായിട്ട് ഒരു മുരിക്കി കൂടെ പടർന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഇത് പൂവൊക്കെ ഉണ്ടാവുന്നതനുസരിച്ച് നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കണ്ട. അങ്ങനെയാട്ടോ ഇതിൽ കായ് ഫോം ചെയ്യാം. പിന്നെ നമ്മുടെ ഗാർഡൻ്റെ ഈ ഒരു ഏരിയയിലുള്ള ചെടികൾ ഫുള്ള് നമ്മളൊന്ന് മാറ്റി സെറ്റ് ചെയ്തിരിക്കട്ടെ. കാരണം ഈ ഇടയിൽ കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാട് ഫുള്ളായിട്ട് നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ടയറിൽ നേരത്തെ വേറൊരു പ്ലാന്റ് ആട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഫുള്ള് കളഞ്ഞിട്ട് നമ്മളിപ്പോൾ വേറൊരു ടൈപ്പ് പ്ലാന്റ് ആണത് 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാവിയുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യുക. കാരണം കുറച്ചുകൂടി മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുത്താറുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനിടയിൽ കൂടെ നമ്മളിപ്പോൾ ഒരുപാട് ഹൈറ്റിൽ പോവാതെ ചെറിയ രീതിയിൽ ഹൈറ്റ് വരുന്ന രീതിയിലുള്ള ചെടികൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തില്ല. അപ്പോൾ എന്തായാലും ഇനി കുറച്ചുകൂടി പണികൾ ബാക്കിയാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യട്ടെ. എന്തായാലും കുറച്ച് പണികളോട് നമുക്ക് എന്തായാലും പെൻഡിങ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വെച്ചിട്ടുള്ളത് 2 ടൈപ്പ് ആന്തൂറിയാണ്, വൈറ്റും റെഡും. ഒരു ആന്തൂറിയം നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആന്തൂറിയം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹൈറ്റിൽ അങ്ങനെ പോകുന്നില്ല. മാത്രമല്ല ഫുൾ ടൈം നമുക്ക് ഫ്ലവറും ഉണ്ടാവും, അങ്ങനെ ഒതുങ്ങി അങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നേരത്തെയൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട കൂട്ടുകാർക്ക് അറിയുണ്ടാവും കുറേ തുളസിയുടെ തൈകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പറിച്ച് മാറ്റി വേറൊരു ഏരിയയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി ഞാൻ രാവിലെ തന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടി പോകട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിലുള്ളത് എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് കുളിപ്പിച്ച് നനയ്ക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്മൾ കുറേ ചെടികൾ ഇപ്പോൾ പുതുതായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടല്ലേ ഉള്ളതുകൊണ്ട് രാവിലെയും വൈകുന്നേരം നന്നായിട്ട് നനച്ചു കൊടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ വേരൊക്കെ ഇറങ്ങി നല്ല രീതിയിലൊന്ന് മണ്ണിലേക്ക് പിടിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കില്ല. ആ ഒരു ടൈം വരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രോപ്പർ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ അതുപോലെ നനയ്ക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിൽ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ കൂടി നമ്മൾ രാവിലെ നനയ്ക്കേണ്ടി വന്നു. പിന്നെ വൈകുന്നേരത്ത് കൂടി നനയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഓസി കൂടെ വരുന്ന വെള്ളമൊക്കെ നമ്മുടെ ഉറവിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നല്ല തെളിഞ്ഞീർ വെള്ളം, നല്ല ഉറവ വെള്ളമാണ്. നല്ല നമ്മുടെ റോഡ് സൈഡ് നനച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടോ അതിൽ കുറേ മൂത്ത വിത്തുകളുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ തന്നെ പൊട്ടിച്ചിടുന്നു കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഡെയിലി നനയ്ക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു തണുപ്പിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ചെടികളൊക്കെ പുതിയ തൈകൾ ആ ഒരു വിത്തിൽ നിന്ന് പൊട്ടി ഫോം ചെയ്തോളൂ. അപ്പോൾ എന്നാലും അത് അവിടെ നിന്ന് ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ ആ വിത്ത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടയറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. ഒരു 3-4 വെറൈറ്റി 10 മണിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടയറിൽ മാത്രമായിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അതായത് 2 ടയർ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് മണ്ണൊക്കെ നിറച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം 2 ടയറും കൂടി ലെയറാക്കി വെച്ചിട്ട് 2ൻ്റെ ഇടയിൽ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ പിടിച്ച് സെറ്റായി വരുന്നതില്ല. അപ്പോൾ എന്നാലും കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ആ ഒരു നന്നായിട്ട് വളർന്ന ഒരു നല്ല കളറിലൊക്കെ ആയി വരാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇതിൽ കുറേ ചെടികളൊക്കെ ചെറിയ ചെടികളായതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെടി ഉള്ളതുപോലെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. പക്ഷേ കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ ഇവിടെ വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും. എന്നാലും അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. എന്തായാലും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ മൊത്തത്തിൽ. ഏതൊരു ചെടിയാണെങ്കിലും അതിന് വേണ്ട ടൈമിൽ വെള്ളവും വളവും അതിന് വേണ്ട പരിചരണം കൂടി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് തന്നെ ആയിരിക്കും. നോക്കി നമ്മുടെ ആന്തൂരിയൊക്കെ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ട് ഒരു 1 വീക്ക് ആവുന്നേ ഉള്ളൂ. നല്ല ഉഷാറായിട്ട് ആ പൂക്കളൊക്കെ നല്ല അടിപൊളിയായി നിൽക്കുന്നതിന്. അപ്പോൾ തന്നെ ഈ ഒരു ചെടിയുടെ പേര് അറിയുന്ന കൂട്ടുകാരെൻ്റെ കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഇതിലായാലും നമുക്ക് ഡെയിലി പൂ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടി ചെറിയ പൂക്കളാണ്. ഇത് നമുക്കിതിൻ്റെ കമ്പ് ഒടിച്ച് നടാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ജമന്തി പൂ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ഈ ഒരു ജമന്തി പൂത്ത് കഴിഞ്ഞാൽ. അങ്ങനെ എന്തായാലും നമ്മുടെ പൂച്ചെടികൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ നനച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഓസ് ഒന്ന് വേറെ ഓസിലേക്ക് ഒന്ന് ജോയിൻ്റ് ഒന്ന് മാറ്റി കുത്താൻ പോവുകയാണേ. കാരണം ഇനി നമുക്ക് നല്ല നീളം വേണ്ടോ. കാരണം വേറെ എന്താണെങ്കിൽ നമ്മുടെ ഏലത്തിൻ്റെ തൈകൾ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഓസ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള പൂച്ചെടി നനയ്ക്കാൻ മാത്രമേ തികയുള്ളൂ കേട്ടോ. പക്ഷേ അത് നമ്മൾ ഇതേപോലെ ജോയിൻറ്റ് കുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് നല്ല രീതിയിൽ തന്നെ നീളം കിട്ടും. അതേപോലെ തന്നെ താഴേക്കായാലും അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ മെലസ്റ്റോമൊക്കെ വെച്ചില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഞാൻ ഇതുപോലെ ഓസ് ജോയിൻറ്റ് കുത്തിയിട്ട് കേട്ടോ അങ്ങോട്ടൊക്കെ നനയ്ക്കാറുള്ളത്. നമുക്ക് താഴേക്ക് ഇട്ടിട്ട് നനയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഹൈഡ്രാഞ്ച് നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച് കൊടുത്തുള്ള നമ്മുടെ ഏലത്തിൻ്റെ തൈകളാണ്. ഈ ഒരു ഏരിയയിൽ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കിനി നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഹൈറ്റിലായിട്ട് ഈ ഏലത്തിൻ്റെ തൈകൾ പോയിട്ടുള്ളത്. അപ്പോൾ വേരൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ നമ്മൾ ഇതേപോലെ കമ്പൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമ്മളിതാ കമ്പൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ പൊതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റും. അപ്പോൾ നമ്മളിങ്ങനെ നനച്ചുകൂടി കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് കുറച്ചധികം നേരം ഉണ്ടാവും കേട്ടോ. കാരണം വേനൽക്കാലമൊക്കെ ആവുന്ന ഒരു ടൈമിൽ നമ്മൾ ഏലം കർഷകർ അറിയുന്ന ഒരു കാര്യമായിരിക്കും. നന്നായിട്ട് നമ്മുടെ ഏലത്തിന് നന ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ചൂടടിച്ച് കഴിഞ്ഞാൽ ഏലത്തിൻ്റെ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ
പഴുത്തും ഉണങ്ങിയൊക്കെ പോകും. പിന്നെ ഇതാണെങ്കിലും ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് വേര് പിടിക്കുന്നത് നല്ല രീതിയിൽ നനച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഏലത്തിനും. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാട്ടോ പലതും പോയിട്ടുള്ളത്. ഏലത്തിൻ്റെ കാര്യത്തിൽ നന മാത്രം പോരാ കേട്ടോ, പ്രോപ്പർ ടൈമിലുള്ള മരുന്നടിക്കലായാലും വളങ്ങൾ ചെയ്യലായാലും ഒക്കെ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസീസ് കൂടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാട്ടോ നമ്മുടെ ഏലത്തിൽ. അതേപോലെ തന്നെ ഇതുപോലെ നമ്മൾ പൊതയൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചപ്പൊക്കെ ചുറ്റും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വേരോട്ടൊക്കെ ആയിട്ട് ആ ഒരു ഭാഗത്ത് നല്ലൊരു തണുപ്പായിരിക്കും. മാത്രമല്ല പെട്ടെന്ന് തന്നെ ചിമ്പൊക്കെ പോയിട്ട് നല്ല ഉഷാറാവാനൊക്കെ ഹെൽപ്പ് ചെയ്തതാണ്. ഞാനൊരു ചപ്പിൻ്റെ പുറത്തു കൂടിയാണ് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ഒരു ചോട്ടിലേക്ക് നനയ്ക്കുന്നില്ല. അപ്പോൾ മണ്ണ് അതിൻ്റെ ചോട്ടിലുള്ളത് കുത്തിയൊലിച്ച് പോകുന്നൊന്നും പേടിക്കണ്ടല്ലോ. അപ്പോൾ ഒരു ചപ്പ് കൂടെ നന്നായിട്ട് ഇലയ്ക്ക് വരും കൂടി ചെയ്തോളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറച്ചധികം നനച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഞാനത് ഫുള്ളായിട്ട് നനയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.